ഇലക്ഷനൊക്കെ കഴിഞ്ഞു വേറെ രാഷ്ട്രീയമായിട്ട് ആർക്കും ഒന്നും പറയാനില്ല. പിന്നെ വിവാദം ഉണ്ടാക്കലാണ് പണി. ആരാവും ആരാവില്ല ആരാക്കണം എന്നൊക്കെ. അപ്പോൾ ലീഗ് അതിലൊന്നും കക്ഷി ചേരുന്നില്ല എന്നുള്ളത് വളരെ നല്ല നിലക്ക് മീഡിയ ഒക്കെ അഭിപ്രായപ്പെടുന്നു. കാരണം നമുക്കിപ്പോൾ അധികാരം ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകും. അധികാരമല്ല ലീഗിനെ വളർത്തുന്നത്. അധികാരം ഇല്ലാത്തപ്പോഴാണ് ലീഗിനെ വളർച്ചയുള്ളത്. കഴിഞ്ഞ 10 വർഷം ലീഗ് അധികാരത്തിലില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷം ലീഗിന്റെ ഗ്രാഫ് പരിശോധിച്ച് നോക്കുക. അഭൂതപൂർവമായിട്ടുള്ള നേട്ടമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കൈവന്നിട്ടുള്ളത്. അത് അധികാരത്തിന്റെ തണലിരുന്നു കൊണ്ടല്ല, അധികാരത്തിന്റെ അപ്പകഷ്ണം തിന്നുകൊണ്ടല്ല നമ്മൾ വളർന്നത്. അതൊരു ഉത്തരവാദിത്തമായി നമ്മൾ ഏറ്റെടുത്തു. അധികാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ദേശീയ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് സ്വന്തമായിട്ടൊരു ഓഫീസ് ഉണ്ടാവുക എന്നുള്ളത്, ഒരു ആസ്ഥാനം ഉണ്ടാവുക എന്നുള്ളത് ഏതൊരു ദേശീയ പാർട്ടിയുടെയും സ്വപ്നമാണ്. ആ സ്വപ്നവും നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു. അതിപ്പോൾ അധികാരം ഉണ്ടായിട്ടല്ല. സാധാരണ അങ്ങനത്തെ ഒക്കെ അധികാരം ഉണ്ടാകുമ്പോഴാണ് ചെയ്യാറുള്ളത്. നമുക്കത് പറ്റിയിട്ടില്ല. അധികാരത്തിന് കിട്ടുന്ന സമയത്താണ്. നിങ്ങളെല്ലാവരും ഇതിന് സംഭാവന നൽകിയിട്ടുണ്ട്. ലീഗിന്റെ ഓഫീസുകളുടെ നിർമ്മാണം അങ്ങനെയാണല്ലോ. എൻ്റെ ബാപ്പ പറയാറുണ്ടായിരുന്നു, അന്ന് മലപ്പുറത്ത് മുസ്ലിം ലീഗ് ഓഫീസ് ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ ഒരു മുതലാളി, അയാളെക്കാളി വലിയ മുതലാളിയായിരുന്നു. ആ മുതലാളി ബാപ്പാനോട് പറഞ്ഞു, നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാ, ഞാൻ ഉണ്ടാക്കിത്തരാന്ന്. ബാപ്പ പറഞ്ഞു വേണ്ട. നന്ദിപൂർവ്വം നിരസിച്ചു. ശരി, നിങ്ങൾ പറഞ്ഞ ശരിയാണ്. പക്ഷേ ഇതിൽ ഓരോ ഉറപ്പെടുത്തിട്ടാണെങ്കിലും ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകനും അതിൽ പങ്കാളികളാകണം. അങ്ങനെ ഞങ്ങൾ ഓഫീസ് ഉണ്ടാക്കിയാൽ മതി. അതാണ് ലീഗിന്റെ ഇത്. അങ്ങനെ ഓരോ ഉറപ്പെടുത്തിട്ടാണ് മലപ്പുറത്ത് ആദ്യത്തെ ലീഗ് ഓഫീസ് ഉണ്ടാക്കിയത്. രണ്ടാമത്തതും ഇപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് 10 റുപ്യായിരുന്നു. തോൽവിയല്ല, ദുരന്തമായി മാറുന്ന പിണറായി വിജയനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദുരന്തമായി മാറുന്ന പിണറായി വിജയൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് സ്വദേശിയായിട്ടുള്ള വേണുഗോപാല്, ഈ വേണുഗോപാലൻ ഷാർജയിൽ വെച്ച് മരണപ്പെടുകയാണ്. ചികിത്സാ ചെലവിന് വേണ്ടിയിട്ട് വലിയൊരു തുക ആശുപത്രിയിലേക്ക് അടക്കേണ്ടതായ ബില്ല് വരികയാണ്. 80 ലക്ഷത്തിന് മുകളിൽ ഇന്ത്യൻ രൂപ ആശുപത്രിയിൽ ചികിത്സാ ചെലവായിട്ട് ബില്ല് വരികയാണ്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാത്ത കുടുംബം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സമീപിച്ചു. പിണറായി വിജയന് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. അതല്ലെങ്കിലും എന്താണ് ചെയ്തിട്ടുള്ളത്? 10 വർഷം ആ കസേരയിൽ ഇരുന്നിട്ട് പോക്കറ്റ് നിറച്ചതല്ലാതെ വേറെ എന്താണ് വിജയൻ ചെയ്തിട്ടുള്ളത്? ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഒരു 80 ലക്ഷം രൂപ, 80 ലക്ഷം രൂപയുടെ ഒരു ബില്ല്. രോഗി മരണപ്പെട്ടു, മലയാളിയാണ്, കാഞ്ഞങ്ങാട്ടുകാരനാണ്. ആ കാഞ്ഞങ്ങാട്ടുകാരൻ പിണറായി വിജയന്റെ മുമ്പിലേക്ക് കുടുംബം സഹായം അഭ്യർത്ഥിച്ചിട്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. അവസാനം പാണക്കാട്ടെത്തി. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അടുക്കലേക്ക് പാണക്കാട്ടെത്തിയതോ പിന്നെ ടപ്പ 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 എന്ന് പറഞ്ഞിട്ട് ആ പരിപാടികൾ നടക്കുന്നത്. വിതിൻ സെക്കൻഡ് കാര്യങ്ങൾ തീരുമാനമായി. വേണുഗോപാലിന്റെ മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും റെഡി. ഞാൻ പറഞ്ഞു വരുന്നത് അധികാരത്തിലില്ലാത്ത ലീഗിനെ കുറിച്ചാ. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് അധികാരത്തിലില്ലാത്ത ലീഗിനെ കുറിച്ചാണ് പറയുന്നത്. ജീവിതകാലത്തിൽ ഒരിക്കലും എവിടെയും ഒരു അധികാര കസേരയിലും ഇരിക്കാത്ത പാണക്കാട്ടെ പൂമുത്ത് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ചാ. കാഞ്ഞങ്ങാട് സ്വദേശിയായിട്ടുള്ള വേണുഗോപാലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ടി ചെയ്തത് പാണക്കാട്ടിരുന്നു കൊണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലോ മന്ത്രി കസേരയിലോ ഇരുന്നിട്ടല്ല, മറിച്ച് പാണക്കാട്ടെ ആ രാജകീയ കസേരയിൽ ഇരുന്നു കൊണ്ട് കിരീടം വെക്കാത്ത കേരളത്തിന്റെ രാജകുമാരൻ വളരെ കൃത്യമായിട്ട് ഒരു പൂ പറിക്കും പോലെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇതാണത്, പൂ പറിക്കും പോലെ
എന്ന് പറഞ്ഞാല് അധികാരമുണ്ട്, പണമുണ്ട്, സിസ്റ്റമുണ്ട്, എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്. എന്നിട്ട് പിണറായി വിജയന് സാധിക്കാത്തത് സാദിഖലി തങ്ങൾക്ക് സാധിച്ചു. നിറ കണ്ണുകളോടെ ആ കുടുംബം നന്ദി അറിയിക്കുകയാണ് പാണക്കാട്ടെ കുടുംബത്തിന്, ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾക്ക്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഈ ഒരു വാർത്ത, ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്നുള്ളത് പുറത്തേക്ക് വിടുന്നത് കാഞ്ഞക്കാട് നഗരസഭയിലെ കൗൺസിലർ ആയിട്ടുള്ള സീമാഹരിയാണ്. സീമാഹരി സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കേരളത്തിന്റെ പൊതുസമൂഹത്തെ അറിയിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എല്ലാത്തിന്റെയും തന്തയാവാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന പിണറായി വിജയൻ ഇങ്ങനെ ഒരു പ്രശ്നം മുന്നിലെത്തിയിട്ട് തന്നെ കൊണ്ട് സാധിക്കില്ല എന്നറിഞ്ഞപ്പോ ഒന്നുമില്ല. മറ്റേത് 1000 ഫോട്ടോഗ്രാഫർമാരെ വിളിക്കും, ക്യാമറാമാന്മാരെ വിളിക്കും, എന്നിട്ട് അവരുടെ മുന്നിലായിരിക്കും ഷോ മൊത്തം. ഇത് താൻ പരാജയമാണെന്ന് കണ്ട് ഒരാളെ അറിയിച്ചില്ല, ഒന്നും ചെയ്യാനില്ല. എന്ത് ചെയ്യാൻ? വിജയൻ എന്ത് ചെയ്യാനാ? വിജയൻ ഒരു ചുക്കും ചെയ്യാനില്ല, വിജയൻ ഒരു ചുക്കും ചെയ്തിട്ടുമില്ല. അല്ലേ? എന്നാ പാണക്കാട്ടെ പൂമുത്തോ, പാണക്കാട്ടെ പൂമുത്തിന് അധികാരം വേണ്ട, കസേരകൾ വേണ്ട. ലീഗിന് അധികാരം വേണ്ട, ലീഗിന് കസേരകൾ വേണ്ട. ലീഗിന് ചെയ്യാനുള്ളതൊക്കെ വളരെ ഈസിയാ. അത് എന്തുകൊണ്ടാണെന്നറിയാമോ നിങ്ങൾക്ക്? ഇത് അധികാരമില്ലെങ്കിൽ, കസേരകളില്ലെങ്കിൽ, സ്ഥാനമാനങ്ങളില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അത്ര ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നതല്ല. പക്ഷേ ആത്മാർത്ഥത എന്നൊന്ന് വേണം, ആത്മാർത്ഥത എന്നൊന്ന് വേണം. തന്റെ ചുറ്റിലുമുള്ള സഹജീവികളോടൊരു സ്നേഹം വേണം, ചേർത്ത് നിർത്താനുള്ള മനസ്സ് വേണം. അതിന് അധികാരം ആവശ്യമില്ല, അതിന് കസേരകളുടെ അകമ്പടി വേണ്ട, അതിന് വാഴ്ത്തുപാട്ടുകാര് വേണ്ട, കുഴലൂത്തുകാര് വേണ്ട, അതിന് അടിമകൾ വേണ്ട, അതിന് ചുറ്റിലും കൃമികീടങ്ങൾ വേണ്ട. അതിന് മനസ്സാണ് വേണ്ടത്. ആ മനസ്സ് പാണക്കാട്ടുണ്ട്. ആ മനസ്സ്, ആ ചേർത്ത് നിർപ്പ്, ആ സ്നേഹം, ആ ഒരു കരുതല്, അതൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹം കാലാകാലങ്ങളായിട്ട് പാണക്കാട്ട് നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാ. അല്ലേ? അതുപോലെ തന്നെ കാഞ്ഞങ്ങാട്ടെ വേണുഗോപാലിന്റെ കുടുംബവും ആ ഒരു കരുതല്, ആ ഒരു സ്നേഹം അവരും അനുഭവിക്കുകയാ. തങ്ങള് എന്താക്കുന്നു? തങ്ങള് ഉടനടി ഷാർജയിലുള്ള പല ആളുകളെയും, ഭരണകൂടത്തെയും ആശുപത്രിയെയും ഒക്കെ തങ്ങള് കോണ്ടാക്ട് ചെയ്യുന്നു. 80 ലക്ഷം രൂപ എന്ന് പറഞ്ഞതിനെ വളരെ നിസാരമായ ചെറിയ തുകയിലേക്ക് എത്തിക്കുന്നു. അത് പേ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്യുന്നു. ഈ വേണുഗോപാലിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുവാൻ വേണ്ടി KMCC-യോട് അതിന് വേണ്ട സജ്ജീകരണം ഒരുക്കുവാനുള്ള നിർദ്ദേശം നൽകുന്നു, ഒക്കെ ചെയ്യുന്നു. അപ്പോ പണമടക്കാൻ, ആശുപത്രിയിൽ മൃതദേഹം വിട്ടുകിട്ടണമെങ്കിൽ പണമടക്കണം. ആ പണമടക്കാൻ കയ്യിലില്ലാതെ കുഴങ്ങിത്തിരിഞ്ഞ കുടുംബത്തിന് മുന്നില് ആശ്വാസത്തിന്റെ പ്രതീകമായിട്ട് പാണക്കാട്ട് തങ്ങൾ അവതരിക്കുക. കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ട്, അല്ലേ? മുഖ്യമന്ത്രി ഉണ്ട് എന്ന് പറയുന്നത് ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടി ഉള്ളൂ, തീർന്ന് വെട്ടിക്കെട്ട്. അപ്പോ ആ മുഖ്യമന്ത്രി ഉണ്ട്. എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. നെയ്മീൻ തിന്നു. വേറെന്ത് ചെയ്യും? വേറെ മക്കളുടെ ആസ്തി വർദ്ധിപ്പിക്കും. MS ഓഫീസ് സർവീസ് ചെയ്ത 2.5 കോടി ഈ ലോകത്ത് ഒരാൾക്കും അങ്ങനെ ഒരു പ്രതിഫലം കിട്ടിയിട്ടുണ്ടാവില്ല. ഈവൻ മൈക്രോസോഫ്റ്റിന് പോലും കിട്ടിയിട്ടുണ്ടാവില്ല. ഏത്? ഈ MS ഓഫീസ് ഉണ്ടാക്കിയ ആളുകൾ മൈക്രോസോഫ്റ്റ് ആണല്ലോ. അവർക്ക് പോലും ഒരു സർവീസിന് 2.5 കോടി രൂപ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടി. ഇന്നലെ ഇപ്പോ ആ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസ് ഇന്നലെ സുപ്രീം കോടതി വീണ്ടും മാറ്റിവെക്കുക. ഏത്? നമ്മളെ പഴയ ലാവലിംഗ് കേസ് പോലെ. എന്നൊക്കെ ഒന്നില്ലെങ്കിൽ ജഡ്ജിക്ക് പനി, അല്ലെങ്കിൽ വക്കീലിന് പണി, അല്ലെങ്കിൽ കോടതിക്ക് തന്നെ പനി. ഇന്നലെ എക്സാലോജിക്ക് കേസ് വീണ്ടും സുപ്രീം കോടതി മാറ്റിവെച്ച്, ഇങ്ങനെ മാറ്റിവെച്ച് കൊണ്ടേയിരിക്കുക. ഒരു ബന്ധാണേ. ഈ RSS ഏജന്റായിട്ട് പിണറായി വിജയൻ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. 1000-ലേറെ ഉത്തരങ്ങളുണ്ട്, 1008 ഉത്തരങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ആ പിണറായി വിജയന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട്
ഒരു മലയാളി, ഒരു കാഞ്ഞങ്ങാട്ടുകാരൻ, ഒരു കണ്ണൂർ ജില്ലക്കാരൻ, ഒരു മലയാളി, ഒരു പ്രവാസി അസുഖം വരുന്നു. അസുഖം ഇപ്പൊ ആർക്കും വരുമല്ലോ. അസുഖം വരുന്നു, ചികിത്സയിൽ പോകുന്നു, ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു, ചികിത്സക്കിടയിൽ മരണപ്പെടുന്നു. ബില്ല് 80 ലക്ഷം. ആ കുടുംബത്തിന്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്ത് ചെയ്യണമെന്നറിയാതെ ആ കുടുംബം കുഴങ്ങി നിൽക്കുമ്പോ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെക്കുമ്പോ മുഖ്യമന്ത്രി ഇതിങ്ങനെ, ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട ശിവനെ, ചെയ്യാനുള്ളതൊക്കെ ജനം ചെയ്തിട്ടുണ്ട്. 4-ാം തീയതി കഴിയുമ്പോ ആ കസേരയിൽ നിന്ന് ആട്ടി ഇറക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകാനുള്ള സ്വമനസ് ഉണ്ടായാ മതി, അല്ലെ? സ്വമനസ്സുണ്ടായാ മതി. ഒരു ഭാഗത്ത് സംഘപരിവാരം വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. തങ്ങളുടെ ഏജന്റിനെ ആ കസേരയിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഇരുത്താൻ വേണ്ടിയിട്ട്, അവിടെ തന്നെ ഇരുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ കേരളത്തിലെ ജനം സമ്മതിക്കില്ല. ജനം സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോ പറഞ്ഞു വന്നത്, പിണറായി വിജയന് ചെയ്യാൻ കഴിയാത്ത കാര്യം പാണക്കാട്ടെ പൂമുത്ത് ചെയ്ത് കാണിച്ചു. അധികാരമില്ലാത്ത, ജനപ്രതിനിധിയാകാത്ത, ഒരു കസേരകളിലും ഇന്ന് വരെ, അധികാരത്തിന്റെ കസേരയാട്ടോ ഞാൻ പറയുന്നത്, അധികാര കസേരയിൽ ഇന്ന് വരെ ഇരിക്കാത്ത പാണക്കാട്ടെ പൂമുത്ത് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി വളരെ കൃത്യമായിട്ട് തന്റെ മുന്നിലേക്ക് വന്ന, കണ്ണീരോടെ വന്ന വേണുഗോപാലിന്റെ കുടുംബത്തിന് ആശ്വാസത്തിന്റെ വാക്കുകള്, ആശ്വാസം നൽകാൻ, വാക്കുകൾ കൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടാണ് വേണുഗോപാലിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പാണക്കാട്ടെ പൂമുത്ത് നൽകി. ഞാൻ ചോദിക്കുന്നത്, ഇതിനൊന്നും കഴിവില്ലാത്ത, നട്ടല്ലില്ലാത്ത, കഴിവില്ലാത്ത, പരാജയമായിട്ടുള്ള ഒരു മനുഷ്യൻ എന്തിന് നമ്മളെ നയിക്കണം? ഒന്നിനും കൊള്ളാത്ത ഭൂലോക തോൽവിയായിട്ടുള്ള വിജയൻ, ആ വിജയനല്ല നമ്മളെ നയിക്കേണ്ടത്. ആ വിജയനല്ല കേരളത്തിന്റെ ഭരണത്തെ നയിക്കേണ്ടത്. ആ വിജയനല്ല മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കേണ്ടത്. അവിടെ ഇരിക്കേണ്ടവരൊക്കെ കൃത്യമായ വീക്ഷണങ്ങളുള്ള, ദീർഘദൃഷ്ടിയുള്ള, പ്രവർത്തിക്കാൻ കഴിയുന്ന, നടപ്പിലാക്കാൻ കഴിയുന്ന, ചിന്താശക്തിയുള്ള, വിദ്യാഭ്യാസമുള്ളതായിരിക്കണം. വിദ്യാഭ്യാസം കൂടി അനിവാര്യ. കാരണം വരും തലമുറക്ക് ഉതകുന്ന രീതിയിലുള്ള പദ്ധതികൾ മുന്നോട്ട് വെക്കണമെങ്കിൽ അതിന് വിദ്യാഭ്യാസം വേണം. ഏതെങ്കിലും ഗുണാഞ്ചന്മാരെ ഒന്നും പിടിച്ചിരുത്തിയിട്ട് കാര്യമില്ല. അപ്പോ ഒന്നിനും കഴിയുന്നില്ല. ഇപ്പൊ പദ്ധതികൾ പോട്ടെ, ഇവിടെ എന്താ പ്രശ്നം? ഒരു 80 ലക്ഷം രൂപയുടെ ബില്ല് അത് കൊടുത്തിട്ട് ആ പറയുന്ന ആളെ, ആ മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കണം. അതിന് കഴിയാത്ത മുഖ്യമന്ത്രി, ഒരു കുടുംബം വന്ന് കണ്ണീര്, ആ കുടുംബത്തിന്റെ കണ്ണീര് കണ്ടിട്ടും കൈമലർത്തി കാണിച്ച പിണറായി വിജയൻ, പിന്നെന്തിനാടോ ഇങ്ങനെ ഒരു 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 പൊളിറ്റിക്കൽ വേസ്റ്റ്? എന്തിനാണ് ഇങ്ങനെ? എന്തിനാണ്? നമ്മുടെ നികുതി പണം പോക്കറ്റിലാക്കാനോ? നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ? എന്തിനാണ് ഇങ്ങനെ? നാടിനും നാട്ടുകാർക്കും ഉപകരിക്കപ്പെടാത്ത ഒരു ചെറിയ ഒരു പ്രശ്നം. 80 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ എമൗണ്ടാ. പക്ഷേ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ 80 ലക്ഷമൊക്കെ അത്ര വലിയ എമൗണ്ട് ആണോ? വളരെ നിസ്സാരമായ തുക അല്ലേ? അതിന് പോലും സാധിക്കാത്ത വിജയൻ എന്തിന് നമ്മളെ എന്തിന് സഹിക്കണം? എന്തിന് സഹിക്കണം? ഉത്തരങ്ങളില്ല. സഹിക്കൂല. കഴിഞ്ഞു. ജനം മടുത്തു. താഴെ ഇറക്കാൻ പോവുകയാണ്. താഴെ ഇറക്കി കഴിഞ്ഞു. ഇനി അതിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾക്ക് വേണ്ടി ജനം കാത്തിരിക്കുകയാണ്.